ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 44ൻ്റെ റിവ്യൂ പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. സോ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് കാണിച്ചു. മോർണിംഗ് സോങ് കാണിച്ചതിന് ശേഷം അടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൂറിനോട് ഇന്നലെ കഴിഞ്ഞ ഇഷ്യൂ ഉണ്ടല്ലോ, ആര്യൻ വന്ന് ബെഡിൽ കിടക്കുന്ന കാര്യം, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് പിന്നെ റെന വാഷ്റൂം ഏരിയയിലേക്ക് ആര്യൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അല്ല ആര്യ, നിനക്ക് ഇന്നലെ ചെയ്ത കാര്യം ബാഡായിട്ട് തോന്നിയില്ല, നിനക്കൊരു സോറി പറയാൻ തോന്നിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആര്യനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ എന്തിന് സോറി പറയേണ്ട കാര്യം, ഞാൻ അങ്ങനെ വേറൊരു ഇൻറ്റൻഷനിൽ ചെയ്തിട്ടില്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെ ചെയ്തിട്ടുള്ളൂ, നിനക്കറിയില്ലേ ഞാനും ജിസയിലും തമ്മിലുള്ള കെമിസ്ട്രി എന്താണെന്ന്, പിന്നെ നിന്നോട് എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും എനിക്ക് അപ്പോൾ ആ സമയത്തൊരു അൺകംഫർട്ടബിളായി തോന്നിയെന്ന് റെന പറയുന്നുണ്ട്. നീ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തപ്പോൾ എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീലും പേടിയൊക്കെ തോന്നി. അതാണ് നീ എന്തിനു പേടിക്കേണ്ട ആവശ്യം, നീ മസ്താനിൻ്റെ ആളാണോ, നീ മസ്താനിനെ പോലെ ചീപ്പ് ഗെയിം കളിക്കുകയാണോ, നീ ലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒച്ചുണ്ടാക്കിയപ്പോൾ ആര്യ നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തപ്പോൾ പേടിച്ചു, ഇങ്ങനെയാണ് നീ ചെയ്തതെന്നാണ് ഡെമോൺസ്ട്രേഷനൊന്നും എനിക്ക് കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരു വാഷ്റൂം ഏരിയയിൽ നിന്ന് ഹോളിലേക്ക് വന്ന് അപ്പോൾ ബിന്നി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റെന പറയണ അവൻ പറയുന്നത് അവൻ സമ്മതിക്കുന്നില്ല, അവൻ ചെയ്യുന്നത് ഒരു സോറി പോലും അവൻ ചോദിക്കുന്നില്ല പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട് ദിസ് ഈസ് നോട്ട് എ സില്ലി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ബിന്നി ചെറുതായിട്ടൊന്ന് വീണ്ടും കൊളത്തി ഇടുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് ഇതൊരു ഓണിയലിൻ്റെ ഇഷ്യൂവിൻ്റെ പോലത്തെ ഇഷ്യൂ അല്ല, ഇത് നീ ചെയ്തതാണ്, ഞാനും കണ്ടതാണ്, നിനക്ക് ബാഡ് ഇൻറ്റൻഷൻ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ നീ അത് ചെയ്തപ്പോൾ അവൾക്ക് അൺകംഫർട്ടബിളായി തോന്നിയത് കൊണ്ട് നീ സോറി പറയുക തന്നെ വേണം എന്ന് പറയും. ഇല്ല, ഞാൻ സോറി പറയില്ല, എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ സോറി പറയണം, ഞാൻ സോറി പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ഞാൻ തെറ്റായിട്ട് ചിന്തിച്ചു എന്നതല്ലേ, അങ്ങനെയല്ല, അവൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് സോറി പറയണം. അപ്പോൾ പിന്നെ ഒരുപാട് കരയാൻ തുടങ്ങി, റെന ഫാത്തിമ കരയാൻ തുടങ്ങി. അപ്പം ഏട്ടന്മാരെല്ലാവരും കൂടെ ഇപ്പോൾ അക്ബർ, നിവീൻ, അഭിലാഷ്, ഓണിയൽ, ഷാനവാസ്, അനീഷ് എല്ലാവരും കൂടെ പോയി എന്താ സംഭവം നടന്നത്, അവരൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ എന്താ സംഭവം നടന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, നിന്നെ അവൻ ടച്ച് ചെയ്തു? ഇല്ല, ടച്ച് ചെയ്തില്ല. പിന്നെ ഷാനവാസ് അവിടെ ഇല്ല കേട്ടോ, പിന്നെ ഷാനവാസ് അതിന് നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു മസ്താനിയുടെ പോലത്തെ ചീപ്പ് ഗെയിം ഞാൻ കളിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ചെയ്തപ്പം ബാഡായിട്ട് തോന്നി എന്നേ ഉള്ളൂ, പക്ഷേ മസ്താനിനെ പോലെ ഞാൻ കളിക്കണം അവൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അപ്പോൾ അക്ബറും എല്ലാവരും പോയി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, അവൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാഗത്തുണ്ടായ ഇത് തന്നെയാണ്, നീ ഒരു സോറി ചോദിക്കണം പറയുന്നുണ്ട്. ഇല്ല, ഞാൻ സോറി ചോദിക്കില്ല പറയുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് പറഞ്ഞപ്പം നമ്മുടെ ആര്യനെ അറിയാലോ, ഇടയ്ക്ക് രക്ഷപ്പെടാൻ ഒരു നുണയൊക്കെ എടുത്തിട്ടും ആ രീതിയിലൊരു കാര്യം പറഞ്ഞാണ്. റെന എന്നോട് 3 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സില്ലി തിങ്സിനാണ് വഴക്കുണ്ടാക്കുന്നത്, ഞാനൊരു വലിയ ഇഷ്യൂവിന് വഴക്കുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് ആര്യൻ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, റെന അങ്ങനെ പറഞ്ഞോ ചോദിക്കുന്നുണ്ട്. അതെ, റെന അങ്ങനെ പറഞ്ഞു, അപ്പം ഞാൻ അപ്പം തന്നെ പോയി അവളോട് ചോദിക്കും പറഞ്ഞിട്ടും റെനോട് പോയി ചോദിക്കുന്നുണ്ട് അനീഷ്. അപ്പോൾ റെന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യന് നീ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ എന്ത് ചീപ്പ് ഗെയിമാണ് ആര്യൻ കളിക്കണത് എന്നൊക്കെ റെന ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങ് പോകുമ്പോൾ അനീഷ് പിന്നാലെ പോകുന്നുണ്ട്. നീ വെറും നുണ മാത്രമാണ് പറയണത്, നീ വന്ന നാൾ മുതൽ ഇവിടെ നുണ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിൻ്റെ ജയത്തിന് വേണ്ടിയിട്ടാണ് നീ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ ഭയങ്കര റോങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അനീഷ് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാവരും കൂടെ പറയുന്നുണ്ട്, നീ സോറി പറഞ്ഞേ പറ്റൂ ആര്യ, ഇത് സോറി പറയേണ്ട കേസാണ്, സോറി പറഞ്ഞ് അത് ഒഴിവാക്ക് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അനീഷിനെ അറിയാലോ, അനീഷ് യു ആർ എ റോങ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ അപ്പുറത്ത് എല്ലാവരും കൂടെ പറഞ്ഞത് കേട്ടിട്ട് ഓക്കെ സോറി, എല്ലാവരും പറഞ്ഞതിന് ഒരു സോറി ആര്യം പറഞ്ഞു. അടുത്തതായിട്ട് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിക്കി നോട്ടിൽ ഞാൻ ക്യാപ്റ്റൻ എന്ന് എഴുതിയിട്ട് ബോർഡിൽ കൊണ്ടുപോയി ഒട്ടിക്കുകയായിരുന്നു ഗെയിം. അതിൽ ജിഷിനാണ് ക്യാപ്റ്റനായത്. അപ്പോൾ ജിഷിൻ ക്യാപ്റ്റനായപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ എപ്പിസോഡിലില്ല, ലൈവിലുണ്ടായിരുന്നു. ഒരാളും അടുക്കളയിലത്തെ വർക്കേഴ്സ് അല്ലാണ്ട് വേറൊരാളും അടുക്കളയിൽ കയറുകയോ ഒരു സാധനം എടുക്കുകയോ ചെയ്യരുത്, അവരുടെ അനുവാദം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവർ തരുന്ന സാധനം നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ
അതിനുശേഷം നിവിൻ പോയിട്ട് ഒരു മല്ലിയില എടുത്തുകൊണ്ടിട്ട് ഒരു ചെറിയൊരു മല്ലിയില അത്രേ ഉള്ളൂ. അത് എടുത്തുകൊണ്ട് വരുമ്പോൾ അപ്പം അനുമോൾ പറയുന്നുണ്ട്, എന്തിന് നീ ഇതെടുക്കണം, നിനക്ക് എന്താവശ്യമുണ്ട്, ഇവിടെ ഒരു കഷ്ണം മല്ലിയിലയും ഇവിടുന്ന് എടുത്തിട്ട് പോകാൻ പാടില്ല പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ബാക്കിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, ഒരാൾ ഇങ്ങനെ എടുത്താൽ നാളെ ഞങ്ങളും വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് ഓരോരോ സാധനങ്ങൾ, അത് ചെറിയ ചെറിയ സാധനങ്ങളായാലും ഇവിടെയുള്ള 19 പേരും ഓരോരോ സാധനം എടുക്കുമ്പോൾ അത് വലിയ സാധനമായി. സോ ഇങ്ങനെ ഒരാൾക്ക് മാത്രം ഇവിടെ പ്രിവിലേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇല വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇല വെക്കുന്നില്ല, താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യടോ പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനെ ഇതാക്കിയിട്ട് ആരെയും വിടുന്നുണ്ട്. ആര്യൻ്റെ പിന്നാലെ ഷാനവാസ് പോകുന്നുണ്ട്. പറ്റില്ല, നീ മാത്രമാണ് ഇവിടെ ഇങ്ങനെ, നീ കുറേ നാളായി ഇത് തുടങ്ങിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറഞ്ഞിട്ട് പോയിട്ട് ഇലനെ നിവിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കുന്നതാണ്. അത് തടയണതിൻ്റെ ഇടയിൽ നിവിൻ്റെ കൈ തട്ടി തന്നെയാണ് ഗ്ലാസ് മീൻസ് കപ്പ് വീഴുന്നത്. പക്ഷേ ഇവൻ ഷാനവാസ് തട്ടിവിട്ടതാണ് എന്നുള്ള രീതിയിലാക്കി അതിനെ. പിന്നെ അതിനങ്ങനെ ഒരു ഇഷ്യൂ, ഭയങ്കര ഇഷ്യൂ ആയി. എല്ലാവരും പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലിയിട്ട്, ഈ ഒരു ഇലനെ ചൊല്ലിയിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. വന്ന അന്ന് മുതൽ അതിനുശേഷം പിന്നെ ഷാനവാസ് ആദിലയോട് വന്നിട്ട് സംസാരിക്കുന്നത്, വന്ന അന്ന് മുതൽ ഒരാഴ്ച കഴിഞ്ഞ മുതൽ ഞാൻ ഇവൻ്റെ നിന്ന് അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഒരു ബാഡായിട്ടുള്ള രീതിയിലുള്ള ടച്ചും കാര്യങ്ങളൊക്കെ ബിഹേവിയർ ഉണ്ട് അവൻ്റെ കയ്യിൽ. ഞാൻ അങ്ങനെ കൈകൊണ്ട് തട്ടി മാറ്റി വരെ അവന് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആദിലിനോട് പറയുന്നുണ്ട്. അനീഷിനും സെയിം ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, പ്രവീണും ഇങ്ങനൊരു നിവീൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു ബിഹേവിയർ ഉണ്ടായിന്ന് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്ന് ആദിലയും പറയുന്നുണ്ട്. അത് സംസാരിക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നത് അനീഷും ഷാനവാസ് ജിഷിനൊക്കെ വന്നിട്ട് സംസാരിക്കേണ്ട. അനീഷ് പറയുന്നുണ്ട്, ഏതൊരു അവസ്ഥയിലും ദേഷ്യം പീക്കാവുന്ന സമയത്ത് നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ആ ഇടത്തിലേക്ക് എത്തുമ്പോൾ ദേഷ്യത്തെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം, അതാണ് നമുക്ക് സേഫ്. അപ്പുറത്തെ ആൾ തള്ളി വരുമായിരിക്കും, പക്ഷെ നമ്മളതനുസരിച്ച് മാറിപ്പോകണം. കാരണം അവർക്ക് ട്രിഗർ ചെയ്യുക എന്നതാണല്ലോ, അതിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനോട് അനീഷ് പറഞ്ഞു കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ജിഷിയും പറയുന്നത്, നീ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ ഷാനവാസിനോട് പറയുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് കിച്ചൺ ഏരിയയാണ്. കിച്ചൺ ഏരിയയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, മട്ടൻ കറിയാണ്. അപ്പോൾ വെജ് ആൾക്കാർക്ക് പൊട്ടറ്റോ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജിഷിൻ പറയണത്, എനിക്ക് ചപ്പാത്തി വേണം, ചപ്പാത്തി ഉണ്ടാക്കണം, കുറച്ച് മാവ് കുഴക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അനുമോൾ ഫസ്റ്റ് പറഞ്ഞു, ചേട്ടാ പൊട്ടറ്റോ കറി ഉണ്ടല്ലോ, ഇനി ചപ്പാത്തിയും ഉണ്ടാക്കണോ, നിങ്ങൾക്ക് വെജുകാർക്കല്ലേ അത് ഉണ്ടാക്കിയത്, അപ്പോൾ ചോറും അതും കഴിച്ചാൽ പോരെ ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് ചപ്പാത്തി വേണം പറയുന്നുണ്ട്. അപ്പോൾ റെന പറയുന്നുണ്ട്, എന്തിനാ ചപ്പാത്തി, ചോറ് വെജല്ലേ, ചോറ് നോൺ വെജ് അല്ലല്ലോ, അതിൻ്റെ കൂടെ ആരോ പൊട്ടറ്റോ കറി ഒഴിച്ച് കഴിച്ചാൽ പോരെ ചോദിക്കുന്നുണ്ട്. ഇല്ല പറ്റില്ല ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തി വേണമെങ്കിൽ ഞങ്ങൾക്കും ചപ്പാത്തി മതി, ഞങ്ങൾക്കും മട്ടൻ കറിൻ്റെ കൂടെ ചപ്പാത്തി കഴിക്കാനാണ് കൊതി എന്ന് പറഞ്ഞിട്ട് റെനയും പറയുന്നുണ്ട്. അതിന് നീ നോൺ വെജ് അല്ലേ, നീ വെജ് അല്ലല്ലോ, ഞങ്ങളാണ് വെജുകാരൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്കിന്ന് നോൺ വെജ് വേണ്ട, എനിക്കിന്ന് വെജ് മതി, എനിക്കിന്ന് ചപ്പാത്തി മതി, ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കും കൂട്ടി ഉണ്ടാക്കണം, ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുറേ ഇഷ്യൂ ഒക്കെ ആയിട്ട് നിനക്ക് ഉണ്ടാക്കാം, നിനക്കും കൂട്ടത്തിലുണ്ടാക്കാം, പക്ഷെ നീ ഇതിൽ നിന്ന് കറി എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല പറയണ്ട. എന്നിട്ടപ്പം ചപ്പാത്തി ഉണ്ടാക്കണതിൻ്റെ ആ ഭാഗത്ത് തന്നെ റെന നിൽക്കുന്നുണ്ട്. റെന നിന്നിട്ട് ഇരിക്കണം, അവിടെ ഇരുന്ന് സംസാരിക്കണം. അപ്പം മറ്റുള്ളവർക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കണം നേരത്തെ ഇത് എനിക്ക് എപ്പിസോഡിൽ കാണിച്ചില്ലാവണു, ഞാൻ ലൈവിൽ കണ്ടാണ്. കഴിക്കുന്ന സമയത്ത് ബിന്നി ഇപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം നീ കഴിക്കണില്ലേ എന്ന് ബിന്നി ചോദിക്കുമ്പോൾ റെന പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇന്ന് വെജാണ് കഴിക്കുന്നത്, അവർ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ കൂടെ എനിക്കും ഉണ്ടാക്കാൻ. എന്നാൽ ശരി, എന്നാൽ ഒരു വായി കഴിച്ചോ പറഞ്ഞിട്ട് ബിന്നി കഴിക്കണ ചോറിൻ്റെ കുറച്ചെടുത്തിട്ട് വാരി കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും ജിഷിൻ പറയുന്നുണ്ട്, ഇല്ല ഇനി നിനക്ക് ചപ്പാത്തി ഇല്ല, നീ നോൺ വെജ് കഴിച്ചു. അപ്പം അവർ പറയുന്നുണ്ട്, അതിന് അവളുടെ പോർഷൻ അവൾ എടുത്തിട്ടില്ല, അവളുടെ പോർഷൻ അവിടെ ഉണ്ട്, ഇത് എൻ്റെ പോർഷനിൽ നിന്ന് ഒരു വായി ചോറ് ഞാൻ അവളുടെ വായിൽ വെച്ച് കൊടുത്തല്ലേ ഉള്ളൂ, അപ്പോഴത്തേനും അവൾ ഇതാക്കിയെന്ന് എന്തിനാണ് പറയണത്, ഇല്ല എനിക്ക് വേണം പറഞ്ഞിട്ട് ചപ്പാത്തി വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. ചേട്ടൻ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും പറഞ്ഞിട്ട് പാത്രവും മാവൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അത് പിടിവലി ആകുന്നുണ്ട്. അപ്പം ഹൗസ് മേറ്റ്സ് എല്ലാവരും പറയുന്നുണ്ട്, റെന പറയുന്നതല്ലേ ശരി, നിങ്ങൾ വെജാണെങ്കിൽ ചോറ് വെജാണല്ലോ, കറി പൊട്ടറ്റോ കറിയും ഉണ്ട്, അത് കൂട്ടി കഴിച്ചാൽ പോലെ, ചപ്പാത്തി തന്നെ വേണമെന്ന് എന്താ നിർബന്ധം, അവൾ പറഞ്ഞതിന് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, അവൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, അവളുടെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വന്നതാണ് നോമിനേഷനിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലാക്ക് കോയിൻ കിട്ടിയിട്ട് നോമിനേഷനിലേക്ക് നൂറ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള പവറും പോയി ഗെയിമിലൂടെ.
പിന്നെ പറഞ്ഞ നോമിനേഷൻ എന്താണെന്ന് വെച്ചാൽ 8 പേർക്ക് ഓപ്പൺ നോമിനേഷൻ ചെയ്യാം, 7 പേർക്ക് കൺഫെഷൻ റൂമിൽ വന്നിട്ട് നോമിനേഷൻ ചെയ്യും. അപ്പോൾ 8 പേർക്ക്, അപ്പോൾ പ്രത്യേകം പറഞ്ഞ് ഗെയിമിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ, അങ്ങനെ സൈലൻ്റായി നിൽക്കുന്ന ആൾക്കാരും ഒരുപാട് ഇതാകാത്ത ആൾക്കാരിനെയൊക്കെയാണ് നോമിനേഷൻ ചെയ്യേണ്ടതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ചെയ്ത നോമിനേഷൻ മുഴുവൻ വെഞ്ചൻസ് വെച്ചിട്ട് ആ രീതിയിലുള്ള നോമിനേഷനായിരുന്നു അവിടെ ചെയ്തത്. അനീഷ് അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ ബിഗ് ബോസ് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇവിടെ എനിക്കിരിക്കാൻ താല്പര്യമില്ല, എല്ലാവരും കൂടെ ചതിച്ച് എനിക്ക് നോമിനേഷൻ ചെയ്യാനുള്ള പവർ കളഞ്ഞില്ലേ, അപ്പോൾ ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സോഫയിൽ നിന്ന് എണീച്ച് പോകുന്നുണ്ട്. അപ്പോൾ സോഫയിൽ നിന്ന് എണീച്ച് പോകുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, അനീഷ് ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നവരെയും ഇപ്പുറത്ത് കൺഫെഷൻ റൂമിൽ നോമിനേഷൻ ചെയ്യുന്നതിന് നടുവിൽ അനീഷിനെയും ഇരിക്കാൻ പറയുന്നുണ്ട് ബിഗ് ബോസ്. ഈ പറയുന്ന രസകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിലേ ഉള്ളൂ, നമ്മുടെ എപ്പിസോഡിൽ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഓപ്പൺ നോമിനേഷൻ കൺഫെഷൻ റൂമിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട നോമിനേഷൻസ് മാത്രമേ ഞാൻ പറയാം കേട്ടോ. ആദില വന്നിട്ട് നിവീനെ പറഞ്ഞതാണ്, നിവീൻ സെക്ഷ്വാലിറ്റി എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, സോ നോ പ്രോബ്ലം, അത് പ്രശ്നമല്ല. പക്ഷേ നിവീൻ്റെ ബാഡ് ബിഹേവിയർ ചെയ്തിട്ടുണ്ടെന്ന് ഷാനവാസ് പിന്നെ പ്രവീൺ, അഭിലാഷ് ഇവരൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല, ഞങ്ങളൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഈ ബിഹേവിയർ കാരണം, ഈ ബാഡായിട്ടുള്ള ബിഹേവിയർ കാരണം ഞങ്ങൾ വന്നതിനൊരു വിലങ്ങുതടി ആവുമോ നിവീന് ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നിവീൻ ഇവിടെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല, നോമിനേഷനിൽ ഇടുകയെന്ന് പറഞ്ഞിട്ടാണ് ആദില ചെയ്തത്. ഷാനവാസ് വന്നിട്ടും സെയിം റീസൺ തന്നെയാണ് നിവീനെ പറഞ്ഞത്, എന്നോട് മോശമായി നിവീൻ പെരുമാറുന്നുണ്ട്, അപ്പോൾ കുറേ നാളായി ഇത് സഹിക്കുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അത് പറയണം തോന്നി എന്നിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസും പറയുന്നത്. എൻ്റെ ബോഡിയിൽ അനുവാദം ഇല്ലാണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടും ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ രീതിയിലാണ് പറഞ്ഞത് ഷാനവാസും. പിന്നെ അഭിലാഷ് വന്നിട്ട് പറഞ്ഞത്, ഈ ഒരു ഇഷ്യൂ നിവീൻ ഇറങ്ങി പോകുന്നതിന് മുമ്പുണ്ടായ ഇഷ്യൂ ആണ്, അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ നിവിൻ ഇറങ്ങി പോയപ്പോഴും ഷാനവാസ് എന്നോട് വന്ന് പറഞ്ഞത്, എനിക്കൊരു കോംബോ നഷ്ടപ്പെട്ടു, എൻ്റെ ഗെയിമിനൊരു കോംബോ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് വന്നിട്ട് നിവിൻ പോയപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവസരം അനുസരിച്ചിട്ട് ഇങ്ങനൊരു വിഷയം, ഒരാളുടെ ഇതിലുള്ള വിഷയം എടുത്തിട്ടാണ്, അതുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അഭിലാഷ് നോമിനേറ്റ് ചെയ്തത്. പിന്നെ ബിന്നി വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബിന്നി ആര്യനെ നോമിനേറ്റ് ചെയ്തത് മോശമായി പെരുമാറുന്നു, പെൺകുട്ടികളോട് ബേർഡ് വേർഡ്സ് മീൻസ് ഡബിൾ മീനിങ് വേർഡ്സ്, ഒരു ഇതില്ലാണ്ട് ജിസേലിൻ്റെ ഹെൽപ്പറായിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാത്രമാണ് ആര്യൻ ഇവിടെ നിന്ന് കൊള്ളുന്നത്, അതുകൊണ്ട് ആര്യനെ നോമിനേഷനിൽ ഇടണമെന്ന് പറഞ്ഞിട്ട് ആണ് ഇട്ടത്. അപ്പോൾ ഇപ്പോൾ നോമിനേഷനിൽ വന്ന ആരൊക്കെയെന്ന് വെച്ചാൽ, ന്യൂറോ ഓൾറെഡി നോമിനേഷനിൽ വന്നായിരുന്നു കോയിനുള്ളതിന്. പിന്നെ ആര്യന് 3 വോട്ട്, ഷാനവാസിന് 3 വോട്ട്, ബിന്നിക്ക് 3, ആദിലക്ക് 3 വോട്ട്, ലക്ഷ്മിക്ക് 5 വോട്ട്, സാബുമാനിന് 4 വോട്ട്, നിവീന് 3 വോട്ട്, റൈന ഫാത്തിമക്ക് 4 വോട്ട്. ഇവരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പം ഷാനവാസും നിവീനും തമ്മിലുള്ള ഇഷ്യൂ പറയുമ്പോൾ ഇടയിൽ ആര്യൻ എന്ന് പറഞ്ഞു, ആര്യനല്ല നിവീനാണ്, എന്നെ പറഞ്ഞതിൽ ചെറിയ തെറ്റ് വന്നാണ്, സോറി. പിന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്താ ഇങ്ങനെയല്ലേ, ഇനി കൂടുതലും ഈ വിധത്തിലുള്ള കേസുകളാണോ വരുന്നത്? ഓരോ വീക്കിലും ഇങ്ങനത്തെ കേസുകളാണ് കൂടുതൽ. ഇവർ ഗെയിം കളിക്കണം, ഇവർ പേഴ്സണലായിട്ടല്ലാണ്ട് ഇവർക്ക് പുറത്തിറങ്ങിയിട്ടും ജീവിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ അത് ശരിയായ കാര്യമാണോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന്. ഒരു സീസണും ഇത്ര മോശം ഗെയിമൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഈ സീസണിലാണ് ഇപ്പോൾ ഇങ്ങനൊരു ഗെയിം കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിവീൻ അപ്പുറത്ത് പോയിരുന്ന് കരയണ സമയത്ത് ലക്ഷ്മി വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് നിവീനെ, നീ ഒരു സ്ട്രോങ് പേഴ്സണാണ്, സമാധാനപ്പെട്ടിരിക്കുക, സ്ട്രോങ് ആയി നിൽക്ക്, ആഴ്ചകളോളം എടുത്ത് പ്ലാൻ ചെയ്ത് വന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, അല്ലാതെ ഒരു കാര്യം അപ്പം തന്നെ ഇത് ചെയ്തിട്ടില്ല, റിയാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അവർക്ക് ബാഡായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ആഴ്ചകളോളം ഇത് പ്ലാൻ ചെയ്ത് ഇട്ട് അടിച്ചതാണ്. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കും. ഇപ്പോൾ മസ്താനിയുടെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അവൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസമാണെങ്കിലും ചോദിച്ചു, ഇവർ അതുപോലും ചോദിച്ചിട്ടില്ല, തെറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി നമ്മുടെ നിവീനെ സമാധാനപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്.
അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നിവിൻ പോയിട്ട് വീണ്ടും പൗഡർ റൂമിൽ ഇരുന്നിട്ട് കരയാണ്, ഭയങ്കര കരച്ചിൽ കരയാണ്. ജിഷിൻ, ആദില, നൂറയൊക്കെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ജിഷിൻ പറയുന്നുണ്ട്, എനിക്ക് അവനെ വിശ്വാസം ആവുന്നില്ല, അവനെനിക്ക് അറിയാവുന്നതാണ്, ഇവിടെ വന്നിട്ട് ഓരോരുത്തരുടെ ഇത് കണ്ടാൽ നമുക്കറിയാലോ, കരച്ചിലൊക്കെ അവൻ സ്ക്രീൻ സ്പേസ് നേടാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്, അത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ജിഷിൻ ബെഡ്റൂമിൽ ഇരുന്നിട്ട് പറയാണ്. അപ്പോൾ വീണ്ടും കാണിക്കുന്നത് റെനയും ആര്യനും തമ്മിൽ സംസാരിക്കുന്നതാണ്, കഥ ഉണ്ടാക്കുക. അതായത് ബിന്നി നോമിനേഷൻ ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങളും പറഞ്ഞല്ലോ, പെൺകുട്ടികളോടൊക്കെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാറുണ്ട്, അൺകംഫർട്ടബിളായി വെക്കാറുണ്ട് ആര്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആര്യനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ വീണ്ടും റെന കഥ ഉണ്ടാക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പോൾ റെന പറയേണ്ടത്, എന്ത് കഥ ഉണ്ടാക്കി, നീ ചെയ്തതല്ലേ ഞാൻ പറഞ്ഞോളൂ എന്നുള്ള രീതിയിലൊക്കെ റെന സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ തിരിച്ച് മറുപടി എന്താ പറയുന്നത് വെച്ചാൽ, നീ ജിസയിലില്ലാത്ത നേരത്തല്ലേ എൻ്റെ ബെഡിൽ വന്ന് കിടക്കാൻ, ഞങ്ങളുടെ ബെഡല്ലേ അത്, അവിടെ നീ ജിസയിലില്ലാത്ത നേരത്ത് വന്ന് കിടന്നില്ലേ, ആ ഒരു റോങ് ആയ തിങ്ങിൽ, ആ ഒരു തിങ്ങിൽ അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ജിസയിൽ ആരുടെ ഭാഗത്താണെന്ന് വെച്ചാൽ ജിസയിൽ ആര്യൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇത്ര കാര്യം പറഞ്ഞിട്ട് ജിസയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എന്തിന് ബെഡിൽ വന്ന് കിടന്നു, നീ എന്തിന് ഞങ്ങളുടെ ബെഡിൽ വന്ന് കിടന്നുകൊണ്ടല്ലേ അങ്ങനെ ഉണ്ടായത്, ഇത്ര പേടിയാണെങ്കിൽ നീ പിന്നെ അവനൊരു ജോക്കറാണ് നിനക്കറിയില്ലേ, അവൻ എന്ത് ചെയ്താലും അത് തമാശക്കാണ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആര്യനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ ഷാനവാസ്, അക്ബർ, ആദില അവരിരുന്നിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ടതെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അപ്പം ആദില പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടാവും, ഇങ്ങനെ ബാഡ് ബിഹേവിയർ ഉണ്ടാവും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേൾക്കണേ, ഇത്ര നാൾ ഇവിടെ നിന്നിട്ട് ഇത്ര നാൾ ഇതൊന്നും കേട്ടില്ലല്ലോ, ഇപ്പോഴാണോ ഇതിനെയൊക്കെ കുറിച്ച് കേൾക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയാണ്. അതിനുശേഷം പിന്നെ അതന്നെ പിന്നെയും വീണ്ടും തന്നെ കാണിക്കുന്നത് റെനയും ആര്യനും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ്, ജിസയിൽ പോയിട്ടാണ് വന്നത് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് റെന കരയുന്നുണ്ട്. റെന കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ആരാ എന്താ ചെയ്തത്, ഇപ്പോൾ എന്നെ പ്രതിയാക്കിയിട്ടാണ് അവൻ സംസാരിക്കുന്നത്, ഞാൻ തെറ്റ് ചെയ്ത പോലെയാണ് അവൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് റെന കിടന്ന് കരയുകയാണ്. അപ്പോൾ ജിസയിൽ ചോദിച്ചിട്ട് വരുന്നുണ്ട്, ഇപ്പോൾ ഇത് തീർന്ന പ്രശ്നമല്ലേ, ഇപ്പോൾ എന്തിനാ വീണ്ടും അതെടുത്തു എന്ന് പറയുമ്പോൾ നൂറ പറയുന്നുണ്ട്, അത് ബിന്നി നോമിനേഷൻ ചെയ്തില്ലേ, അതിൻ്റെ പേരിൽ വീണ്ടും അവനിക്ക് ദേഷ്യം വന്നതാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംസാരമാണ് കാണിക്കുന്നത്. പിന്നെ ജിഷിനും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. പ്രവീൺ പോയത് എന്തുകൊണ്ടാണെന്ന് ഇനിയും മനസ്സിലായില്ല, എനിക്ക് തോന്നുന്നു ബിന്നി ചെയ്യണ പോലത്തെ കാര്യങ്ങൾ പ്രവീൺ ചെയ്തിട്ടായിരിക്കും പ്രവീൺ നോമിനേറ്റ് ആയത് എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. പിന്നെ ജിഷിൻ പറയുന്നുണ്ട്, എനിക്ക് ഇവൻ്റെ ഇത് അത്ര അങ്ങോട്ട് വിശ്വസിക്കില്ല, നിവിൻ കാണിച്ചു കൂട്ടുകയാണ് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് നടന്ന സമയത്ത് എന്തുകൊണ്ട് ഷാനവാസ് പറഞ്ഞില്ല, ഇത് നടന്നു കഴിഞ്ഞിട്ടാണല്ലോ അവൻ പുറത്തേക്ക് പോയതും അകത്തേക്ക് വന്നതും, പുറത്തേക്ക് പോയ സമയത്തെങ്കിലും അവൻ പറഞ്ഞില്ലല്ലോ, ഷാനവാസ് എന്തിനാ അപ്പോൾ ഇത്രയും നാൾ നീട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിനോട് തിരിച്ച് ജിഷിൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ മസ്താനി നടന്ന സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ, മീൻസ് നടന്ന് കഴിഞ്ഞിട്ടല്ലേ, അതിന് അപ്പോൾ റിയാക്ട് ചെയ്യാണ്ട് പിന്നെ അല്ലേ വന്ന് റിയാക്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ ജിഷിൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അക്ബറും ജിസയിലും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവനിക്ക് ഇമ്മച്യൂറായിട്ടാണ് ഈ ആര്യൻ പെരുമാറുന്നത്, രണ്ടുപേരും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ നീട്ടിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്, അതവൻ പറയാത്തത് കൊണ്ടാണെന്നൊക്കെ അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുറത്ത് ബിന്നിയും ഊണിയലും അഭിലാഷും കൂടെ സംസാരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്, അവൻ ഇപ്പോഴും കിഡായിട്ടുള്ള ആ പെരുമാറ്റം കൊണ്ടുണ്ടാവുന്ന ആ ഒരു വെറിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്, അവൻ മെച്ചോർഡായിട്ട് പെരുമാറുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നത് വെച്ചാണ് എപ്പിസോഡ് ഇന്നലെ എൻഡായത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ചലഞ്ചേഴ്സ് വരികയാണ്. ചലഞ്ചേഴ്സായിട്ട് പ്രമോ വന്നിരുന്നു. ചലഞ്ചേഴ്സായിട്ട് വരുന്നത് ശോഭ വിശ്വനാഥും ഷിയാസ് കരീമുമാണ്. അപ്പോൾ ബിബി ഹോട്ടലിലേക്ക് വരികയാണ്. നീ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും 2 ദിവസം അവരവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ വന്നാലോ അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടന്റ് അറിയാം. സോ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻസും കൂടെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.